ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ, അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ കാണുമ്പോൾ ഈ വചനം എന്താണ് എന്നിങ്ങനെ പല ചിന്തകൾ നമുക്ക് വരാം. പക്ഷേ ഇസ്രായേൽ ജനത്തിന്, തൻ്റെ സ്വന്തം ജനത്തിന് കർത്താവ് നൽകുന്ന ഒരു ഉപദേശം, പ്രബോധനം, കർത്താവ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയാം നമുക്ക്. തൻ്റെ ജനത്തോടുള്ള കർത്താവിൻ്റെ കരുണയും കരുതലും ഈ വചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. തൻ്റെ ജനം, തൻ്റെ മക്കള് വഴിതെറ്റി പോകരുത്, അവർ വഴിപിഴച്ച് പോകരുതെന്ന് കരുതുന്ന, സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണാർദ്ധമായ സ്വരമാണ് ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കർത്താവ് നിനക്ക് തരാ. മകനെ, മകളെ, നീ അവിടേക്ക് പോകല്ലേ, നീ അശുദ്ധ വസ്തുക്കള് നീ സ്പർശിക്കല്ലേ, നീ തെറ്റായ ബന്ധങ്ങളിൽ പോകല്ലേ, തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് നീ പോകല്ലേ, തെറ്റായത് നീ തൊടല്ലേ, നീ ഉപയോഗിക്കല്ലേ. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. അപ്പൻ, അമ്മ, മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തെ കരുതുന്ന, സ്നേഹിക്കുന്നവര്, അവർക്ക് വേണ്ടി കരുതലിൻ്റെ ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ കൊടുക്കുമ്പോൾ അത് അവർ വഴക്ക് പറച്ചിലല്ല, അവരെ ശപിക്കലല്ല, മറിച്ച് കർത്താവ് പറയാ, അശുദ്ധ വസ്തുക്കൾ നിങ്ങൾ തൊടരുത്, നിങ്ങൾ അശുദ്ധരായി മാറല്ലേ, നിങ്ങൾ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാ. നീയും ഞാനും അതിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുക. അങ്ങനെ ഒരു ജീവിതമായി മാറാൻ, നമ്മുടെ ജീവിതം അതുപോലെ ആയിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഇന്ന് എവിടെ നോക്കിയാലും എന്ത് കേട്ടാലും കർത്താവേ, സാത്താൻ അലറി നടക്ക. എങ്ങനെ വഴിതെറ്റിപ്പിക്കണം മനുഷ്യനെ, എങ്ങനെ അശുദ്ധിയിൽ, തിന്മയില് മക്കളെ കൊണ്ടുവരണം. കരുണ കാണിക്കണമേ. സാത്താന്റെ തല തകർക്കപ്പെടട്ടെ. ദൈവമക്കൾക്കെതിരെ സാത്താൻ കൊണ്ടുവരുന്ന അവന്റെ സ്വാധീനങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ കുതന്ത്രങ്ങളും നസ്രായനായി ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത നാമത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ വനടിമികായിലോട് ചേർന്ന് അങ്ങനെ നവരോഗത്തിന്റെ അധികാരത്തിൽ തകർന്നടിയട്ടെ, നിർവീര്യമായി പോകട്ടെ, നിഷ്ഫലമായി പോകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം